ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റ് സമയത്ത് എത്താൻ വേണ്ടിയിട്ട് റോഡിലൂടെ ട്രെയിൻ ഓടിച്ചുകൊണ്ട് പോകുന്ന ഈ ദൃശ്യം ഇന്തോനേഷ്യയിലല്ലാതെ ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ പറയുക. ഇത് കണ്ടപ്പോൾ എനിക്കൊരു വശപ്പശക തോന്നിയ കാര്യം, എന്തുകൊണ്ടാണ് ഈ ട്രാക്കിന്റെ നടുക്കൊന്നും പാറ ചെറിയ പീസായി പൊട്ടിച്ച് മെറ്റലിടാത്തതെന്ന്. നോർമലി നമ്മൾ കാണുന്ന അങ്ങനെയാണല്ലോ. ഇന്തോനേഷ്യയിലെ ട്രെയിനുകൾക്ക് പേരുകേട്ട ഗ്രാമത്തിലാണ് ഞാനുള്ളത്. ട്രെയിനുകൾക്ക് പേരുകേട്ട ഗ്രാമം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അതെ, എങ്ങോട്ട് തിരിഞ്ഞാലും ട്രെയിനാണ്. നമ്മൾ റോഡിലൂടെ പോകുമ്പോഴെല്ലാം അവിടെ ഇവിടെയായിട്ട് ട്രാക്കുകളുണ്ട്, അതിലൂടെ എല്ലാം ട്രെയിനുകൾ പോകും. ചെറിയ സബ്വേ ട്രെയിനുകളല്ല ശരിക്കും പോകുന്നത്, വലിയ എഞ്ചിനുള്ള വലിയ ലോങ് ട്രെയിനുകളാണ് ഈ റോഡിലൂടെ പോകുന്നത്. അതിനെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകിച്ച് ഗേറ്റോ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് സെക്യൂരിറ്റി ഇറങ്ങി അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കും, ആൾക്കാരുടെ അടുത്ത് നിൽക്കാൻ പറയും. ട്രെയിൻ ഓടി തുടങ്ങുമ്പോഴത്തേക്കും അതിന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ബൈക്കും കാറും ഒക്കെ അതിന്റെ പുറകെ വരും. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തവിട്ട് പൊടിയാവും. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ അവസാനത്തെ ബോഗിയിലേക്ക് ഒരു അതിവേഗ ട്രെയിൻ പാഞ്ഞു കയറി അവസാനത്തെ ബോഗി മുഴുവനായിട്ട് ഞെരിഞ്ഞമർന്ന് അതിൽ 15 പേര് മരണപ്പെടുന്ന ഒരു അപകടം ഉണ്ടായത് നേരിട്ട് കാണേണ്ടി വന്ന നാട്ടുകാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. ജക്കാർത്തയിൽ ഈ അപകടം നടന്നിട്ട് കുറെ ഒന്നും ആയില്ല കേട്ടോ, വെറും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. നമ്മളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും പ്ലെയിൻ പറത്തുന്നതും കാറ് കടലിലൂടെ ഓടിക്കുന്നതും ട്രെയിൻ റോഡിലൂടെ ഓടിക്കുന്നതും ഒക്കെ. ഇതും അതുപോലൊരു സംഭവം തന്നെയാണ്. സ്വപ്ന ലോകത്താണ് ഇന്തോനേഷ്യക്കാർ ഇപ്പോഴും. ആ ട്രെയിൻ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കായിട്ട് അടുത്ത ഗുലുമാലി പിടിക്കാനായി അടുത്ത അവിടെ ലെവൽ ക്രോസ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള ലെവൽ ക്രോസും അതിലൂടെ പോകുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കാത്തിരിക്കണം. ഇവിടുത്തെ ലെവൽ ക്രോസിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കിണ്ണി വിരൽ വെച്ച് പൊക്കി കഴിഞ്ഞാൽ ആ ഗേറ്റ് ഒക്കെ തുറന്നങ്ങ് വരും. അതിന് വലിയ ഭാരവോ ശക്തിയോ ഒന്നുമില്ല. അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്: നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടോ എന്തെങ്കിലും മാറി നിൽക്കുക. അതല്ല, നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതേ തുറന്നിട്ട് ചെന്ന് കയറിക്കൂടി, ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഗുലുമാലയോട്ട് വരുന്നത് ടയറുള്ള ട്രെയിനുകളെ ഒന്നും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. നല്ല അടിപൊളി കണ്ണാടി പോലെ തിളങ്ങുന്ന നല്ല VIP കോച്ചുകളുള്ള ലക്ഷറി ട്രെയിനുകളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നേരത്തെ പോയ ട്രെയിനിൽ കൊണ്ടുപോയത് പെട്രോൾ ആണ് കേട്ടോ. പെട്രോളിന് ഇവിടെ ആണെങ്കിൽ 1 ലിറ്ററിന് 50 രൂപയേ ഉള്ളൂ, നമ്മുടെ നാട്ടിലത്തെ 50 രൂപ. ഇതേ വീണ്ടും ഗേറ്റ് അടയ്ക്കുന്നത്. ഇന്തോനേഷ്യയിലെ കൂടുതൽ വിശേഷങ്ങൾക്ക് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.